പെട്ടെന്നല്ലേ ദിവസങ്ങൾ കടന്നു പോകുന്നത്. ഞാൻ ഈ പറയുന്നതിന് ഒരു കാരണമുണ്ട് കേട്ടോ. കാരണം കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ പോയ ഒരു ഓർമ്മയാട്ടോ ഇപ്പോഴും ഉള്ളത്. അപ്പോഴേക്കും എന്താ അടുത്ത ഞായറാഴ്ചയായി. ഞാനപ്പോൾ ഫുഡൊക്കെ പാക്ക് ചെയ്ത് ആദംകുട്ടനെയും കൊണ്ട് പള്ളിയിൽ പോവാട്ടോ. ഈ വൈകുന്നേരമാണ് ഞാൻ പള്ളിയിൽ പോകുന്നത് ഇപ്പോൾ. കാരണം ആദംകുട്ടനുണ്ടായ പിന്നെ രാവിലെ പള്ളിയിൽ പോകുന്നത് ഒരു ചടങ്ങാട്ടോ. രാവിലെ എണീറ്റ് അവൻ്റെ ഉറക്കത്തിൻ്റെ ഇതും വാശിയും ബഹളമൊക്കെ ആയിട്ട് നമുക്ക് പള്ളിയിൽ കുർബാന പോലും കൂടാൻ പറ്റില്ല കേട്ടോ. അല്ലെങ്കിലും കുർബാന അങ്ങനെ കൂടാറില്ല. വൈകുന്നേരം ചെന്നാലും ഇതേ അവസ്ഥ തന്നെയാണ്. എന്നാലും എവിടേക്കോ എന്തൊക്കെയോ ഒരു ചെറിയ മാറ്റം. താമസിച്ചു പോയതിൻ്റെ ഗൗരവം കേട്ടോ ആ മുഖത്ത് കാണുന്നത്. പണ്ട് ആരൊക്കെയോ പറഞ്ഞ പോലെ പിള്ളേരായിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാ, പള്ളിയിലൊക്കെ ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ, അതൊരു നാട്ടു നടപ്പ്. പിന്നെ എൻ്റെ മുഖത്തെ കോൺഫിഡൻറ്റ് എൻ്റെ അമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞോണ്ടാട്ടോ. അമ്മ ഇന്നും അവിടെ തന്നെ കുർബാന കൂടാൻ വരുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ആദംകുട്ടനെ അമ്മേൻ്റെ ഏൽപ്പിച്ചിട്ട് കുർബാന കൂടാലെന്ന് ഓർത്തു. എവിടെ, അതൊന്നും നടന്നില്ല കേട്ടോ. അങ്ങനെ പള്ളിയിൽ കുർബാനയൊക്കെ കൂടി അമ്മേനെയും പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ